നമസ്കാരം കൂട്ടുകാരെ. നമുക്കിന്നൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു 3 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലതായിട്ട് കഴുകിയിട്ടെ, എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടേ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട്, എണ്ണ ഒഴിക്കാറില്ല ഞാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം. ഓക്കെ, ഞാൻ ചെയ്യാറില്ല, പക്ഷേ അതിനകത്ത് നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ടേസ്റ്റി ആകും. ഓക്കെ, എന്നിട്ട് നമുക്കത് കുക്കറിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സവോള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക് 2-3 എടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില, മല്ലിയില എടുത്ത് കഴുകി, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നല്ലതായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം. ഓക്കെ, കടുകിടുന്നു, പിന്നെ ഈ പട്ട, നമ്മുടെ പിന്നെ ഇതെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് കരിവേപ്പിലയൊക്കെ ഇട്ട്, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, എല്ലാ സാധനവും ഒന്നിട്ടതിന് ശേഷം നല്ലതായിട്ടേ ഒന്ന് വഴട്ടിയെടുക്കണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ പട്ടയൊക്കെ ഇടുമ്പോഴേ, പട്ടയും നമുക്കിഷ്ടമുള്ളത് പട്ട, ഈ ലോങ്ങും ഒക്കെ ഇടാൻ, കറുവപ്പട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അത് ഒത്തിരി ക്വാണ്ടിറ്റി നിങ്ങൾ ഇടേണ്ട കാര്യമില്ല. അതിട്ടതിന് ശേഷം നല്ലതായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ഒന്ന് ചെറുതായിട്ട് വരുമ്പോൾ നമുക്കൊന്ന് കുറച്ച് ഉപ്പിടാം കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ എല്ലാവർക്കും, പെട്ടെന്ന് വഴഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. വഴന്നെടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് വഴുന്നു. ഓക്കെ, അപ്പം നമ്മൾ അതിനകത്ത് കുറച്ച് തക്കാളി ഇടാം. ഓക്കെ, തക്കാളി ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കാം. ഓക്കെ, ഇളക്കി ഒന്ന് ചെറുതായിട്ട് വഴുന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് തേങ്ങ കൊത്ത് അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇച്ചിരി മഞ്ഞളും മുളക് ഇട്ടിട്ടുണ്ട്, കുറച്ചിട്ടാൽ മതി കേട്ടോ. മഞ്ഞളും മുളക് പൊടിയും നമ്മുടെ മല്ലിപ്പൊടിയും മീറ്റ് മസാലയും ഗരം മസാലയും കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, ഇളക്കി നല്ലതായിട്ട് വഴറ്റണം കേട്ടോ. നല്ലതായിട്ട് വഴറ്റിക്കോളൂ, നല്ലതായിട്ട് വഴറ്റി, നല്ലതായിട്ട് വഴറ്റി. അതിന് ശേഷം നമ്മൾക്ക് ബീഫിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമുക്ക് ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഒന്ന്, അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇറച്ചി മൊത്തം ഇടുക. ഓക്കെ, ബീഫ് ഇടണം. ബീഫ് ഇട്ടതിന് ശേഷം ബീഫ് നല്ലതായിട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കണം. ഒരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇളക്കിയിരിക്കുമ്പോഴേ അത് നല്ലതായിട്ട് ഇതായി നോക്കൂ, എണ്ണയൊക്കെ തെളിയുന്നു. അപ്പം നമ്മൾ കുറച്ച് കരിവേപ്പില, കുറച്ച് കറിപ്പത്ത, നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് റെഡിയായി.